ഈ യുവാക്കൾക്ക് നന്മ പറഞ്ഞു കൊടുത്താൽ എവിടേക്ക് വരും? നന്മയിലേക്ക് വിളിക്കാൻ ആളില്ല, തിന്മകളിലേക്ക് വിളിക്കാനേ ആളുള്ളൂ. ഇവർക്ക് നന്മ പറഞ്ഞു കൊടുക്കണം. ചിലപ്പോ ഈ വന്നിരിക്കുന്ന യുവാക്കൾ വലിയ മുത്തക്കീങ്ങൾ പറയും, അവർക്ക് ഇവിടെ ഇത്രയും നീട്ടിയ മുടി ഉണ്ടാവും, അവരുടെ പാന്റിന് 8 പോക്കറ്റ് ഉണ്ടാവും, അവരുടെ ഷർട്ട് അത്രമേൽ വലുതായിരിക്കില്ല, അവരുടെ മുടികൾ നീണ്ടിട്ടുണ്ടാവും. എന്നാൽ പോലും നമ്മൾ അവരെ എഴുതിത്തള്ളാനല്ല, അവരോട് ഭീകരമായി പറയാനല്ല. ആ യുവാക്കളോട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഉസീകും ബിശ്ശബാബി ഖൈറാ. ഈ സമൂഹത്തിലെ യുവാക്കളോട് നിങ്ങൾ നല്ലത് പറയണേ. മുടി നീട്ടി വളർത്തിയതിന്റെ പേരിൽ, പാണ്ടിന് കോലം മാറിയതിന്റെ പേരിൽ, ഷർട്ടുകൾ ആഭാസമായതിന്റെ പേരിൽ അതാകാതിരിക്കാൻ യുവാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാലും അവരെ നിങ്ങൾ എഴുതിത്തള്ളരുതേ. അവരോട് നിങ്ങൾ എപ്പോഴും നല്ല വർത്തമാനം പറയണേ. നിസ്കരിക്കണേ കുഞ്ഞുങ്ങളെ, നോമ്പ് പിടിക്കണേ കുഞ്ഞുങ്ങളെ. ഈ ആരോഗ്യം തന്ന സമയത്ത് പടച്ചവന്റെ മുമ്പിൽ മുട്ടുകുനിക്കണേ. യൗമ യുക്ശഫു അൻ സാകിൻ വയുദഊന ഇല സുജൂദി ഫലാ യസ്തതിഊൻ. നാളെ ഒരു ദിവസം വരാനുണ്ട്, അന്ന് സുജൂദ് ചെയ്യാൻ നിങ്ങൾ വിളിക്കപ്പെട്ടാൽ അന്ന് നിങ്ങളുടെ മുട്ടുകൾ മടങ്ങുകയില്ല, നിങ്ങളുടെ കാലുകൾ നിവരുകയില്ല. ആ കാലം വരുന്നതിന് മുമ്പ് നിസ്കരിക്കണേ എന്നവരോട് നല്ലത് പറഞ്ഞു കൊടുക്ക്. കാരണം നമ്മുടെ യുവാക്കൾ നല്ല മാർദ്ദവമായ ഹൃദയങ്ങളുള്ളവരാ. നമ്മുടെ യുവാക്കൾ നല്ല മാർദ്ദവമുള്ള ഹൃദയമാണിത്. അങ്ങനല്ലേ? നമ്മുടെ ഹൃദയത്തിന് മാർദ്ദവം ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? മുടി നീട്ടി വളർത്തട്ടെ, എന്തുവാകട്ടെ, അവരെ നിങ്ങൾ നരകത്തിലാണെന്ന് പറയാനല്ല, അവരെ നിങ്ങൾ സമൂഹത്തിൽ നിന്ന് നാട്ടിയോടിക്കാനല്ല. വെള്ളിയാഴ്ചകളിലെ ഖത്തീബിന്റെ പ്രസംഗം അങ്ങനെ ആവരുത്. 1500 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബ് പറയുകയാ, ആ യുവാക്കള് നല്ല മാർദ്ദവമുള്ള ഹൃദയമുള്ളവരാ. ഇതാ അള്ളാഹുവന്റെ ഏറ്റവും മനോഹരമായ ദീനുമായിട്ട് എന്നെ പറഞ്ഞു വിട്ടപ്പോ എന്നെ ചേർത്ത് പിടിച്ചത് അറേബ്യയിലെ യുവാക്കളാണ്, എന്നെ ഉപദ്രവിച്ചത് അവിടുത്തെ വൃദ്ധന്മാരാണ്. ഉത്തുബയും ശൈബയും എന്നെ ആട്ടിയോടിച്ചു, അബൂജഹൽ എനിക്കെതിരെ അസ്ത്രം പ്രയോഗിച്ചു, അബൂലഹബ് എന്നെ നശിച്ചു പോകാൻ എന്നെ പ്രാഗി ആട്ടിയോടിച്ചു. ഞാൻ എന്റെ ദീനുമായി മക്കയിൽ വരുമ്പോ എന്നെ ചേർത്ത് പിടിച്ചത് അവിടുത്തെ യുവാക്കളാണ്. യുവാവായ അലിയാണ്, യുവാവായ സിദ്ദീഖാണ്, യുവാവായ ഉമറാണ് റളിയല്ലാഹു അൻഹും. 37-30 വയസ്സ് പ്രായത്തിൽ നിൽക്കുമ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നത്. കരികരന്ത 30ാമത്തെ വയസ്സിലാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് എന്നെ ചേർത്ത് പിടിച്ചത് യുവാക്കളാണ്. ഉസീകും ബിശ്ശബാബി ഖൈറാ. യുവാക്കളോടും യുവതികളോടും നല്ലത് പറയണേ. അവര് മാർദ്ദവമുള്ള ഹൃദയമാണ്. മുടി നീട്ട് വളർത്തിയിട്ടുണ്ടാവാം, കാതില് കടുക്കനിട്ടാവാം, ഒഴിവാക്കണേ സഹോദരാ. ഒരു പുരുഷന് ആഭരണമായിട്ടിടാൻ പറ്റുമെങ്കിൽ അത് വെള്ളിയിലുണ്ടാക്കിയ മോതിരം മാത്രമാണ്. അതിനകത്ത് ചെയിന് പാടില്ല, മാല പാടില്ല. ഒരു പുരുഷൻ അനുവദനീയമായ ആഭരണം അത് വെള്ളിയാണെങ്കിലും മോതിരം മാത്രമാണ്. അല്ലാത്ത ഈ ബ്രേസ്ലെറ്റുകളും അനുവദനീയമല്ല. കാരണം എന്തെന്നറിയോ? അതൊക്കെ ഉണ്ടെങ്കിലും ഹൃദയം ഇങ്ങനെ തളിർക്കൊട്ടണം. അവരുടെ ആകൃതിയും ആകാരവും നോക്കിയിട്ട്, വസ്ത്രം നോക്കിയിട്ട് വിലയിരുത്തരുത്. ഞങ്ങളുടെ